സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ കർണാടകയിൽ ലൈസൻസ് മാഫിയ സജീവം. ആവശ്യപ്പെടുന്ന പണവും ഗൂഗിൾ പേ വഴി അയച്ചാൽ വാഹനം ഓടിക്കാൻ അറിയാത്തവർക്കും ലൈസൻസ് തപാലിൽ വീട്ടിലെത്തും. മലയാളികളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയയ്ക്ക് കർണാടകത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുമുണ്ട്. 5000 മുതൽ 15000 രൂപ വരെയാണ് ലൈസൻസിന് ഈടാക്കുന്നത്. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പരിഷ്കാരങ്ങളും മാനദണ്ഡങ്ങളും കടുപ്പിച്ചതോടെ കർണാടകയിലേക്കായി ലൈസൻസ് എടുക്കാൻ എത്തുന്നവർ മലയാളികളാണ് ഭൂരിഭാഗവും. മോട്ടോർ വാഹന വകുപ്പിന്റെ യാതൊരുവിധ പരിശോധനകളുമില്ലാതെ ആർക്ക് വേണമെങ്കിലും പണം കൊടുത്താൽ ലൈസൻസ് കർണാടകയിൽ നിന്ന് ലഭിക്കും. ആധാർ കാർഡും പണവും നൽകിയാൽ ലൈസൻസ് കിട്ടുമെന്നറിഞ്ഞ് കർണാടക ഹുൻസൂരിലെ RTO ഓഫീസിൽ ഞങ്ങളെത്തുമ്പോൾ വലിയൊരു ക്യൂ ആണ് ശ്രദ്ധയിൽപ്പെട്ടത്. മിക്കവരും ലൈസൻസിനായി കേരളത്തിൽ നിന്നെത്തിയ മലയാളികൾ. ലേണിംഗ് ലൈസൻസുമായി വരുന്ന ഏജന്റിന്റെ വരവിനെയും കാത്തുള്ള നിൽപ്പാണ്. ലൈസൻസ് എടുത്തു തരാൻ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്നെത്തിയ ഒരാൾ പറഞ്ഞ മറുപടി ഇങ്ങനെ: നമുക്കിത് കിട്ടിയിട്ട് നാട്ടിൽ നമ്മളെ പോലീസ് അറ്റം പിടിച്ചാല് ഒരു കുഴപ്പമില്ല. എല്ലാവരും ഇവിടെ വന്നല്ലേ എടുക്കുന്നത്. അല്ല, അതോ കറക്റ്റ് തന്നെയാണോ? നമുക്ക് പൈസയും പോയി മാനവും ജയിലിൽ കിടക്കേണ്ടി. ഏജന്റുമാരെ സമീപിക്കാനായി ഞങ്ങളുടെ അടുത്ത ശ്രമം. അവിടെ ഒരു പുള്ളിയുണ്ട്, പുള്ളിന്റെ അടുത്ത് ആ റെഡ് സാൻഡറിന്റെ അടുത്ത് ഒരു പുള്ളിയുണ്ട്, കുമാരൻ അവരുടെ പേര്. അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇവിടെ ടെസ്റ്റ് കാർഡ് അങ്ങനെയൊന്നുമില്ല. അപ്പുറത്ത് ഒരാളുണ്ടാവും, അവനെ റിലീസാക്കോ, അവനെ ബ്രേക്ക് പിടിക്കോ, നീ സ്റ്റിയറിംഗ് പിടിച്ചാൽ മതി. അതേപോലെ നാട്ടിൽ കിട്ടൂല. അതിനിടെ മറ്റൊരാളെ കണ്ടു. പണമുണ്ടെങ്കിൽ 2 വീലറോ 3 വീലറോ 4 വീലറോ ഏത് ലൈസൻസ് വേണമെങ്കിലും കിട്ടുമെന്നായിരുന്നു അയാൾ പറഞ്ഞത്. അത് കൈക്കൂലി കൊടുത്താൽ എന്ത് വേണമെങ്കിൽ സാധിക്കാം. അല്ലെ, ഒരു ചങ്ങായി പറഞ്ഞു നമ്മൾ ഇവിടുത്തെ ID കാർഡ് വേണോ, അങ്ങനെ വേണോ? ചേട്ടാ, ഇവിടുത്തെ ID കാർഡ് വേണമെങ്കിൽ ലോക്കൽ അഡ്രസ് വേണോ? അതങ്ങനെ ലോക്കൽ അഡ്രസ് എന്ന് വെച്ചാൽ എന്താ അറിയോ? ലോക്കൽ അഡ്രസ് വെച്ചാൽ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് 5500 രൂപയ്ക്ക് ഇത് കിട്ടും. അഡ്രസ്സോ? ഇല്ല, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇല്ലെങ്കിൽ 13000 രൂപ കൊടുക്കേണ്ടി വരും. ഇതിനിടയിൽ ഏജന്റുമാരിൽ പ്രധാനികളിൽ ഒരാൾ കയ്യിൽ ഒരു കെട്ട് കടലാസുമായി എത്തി. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധന കർശനമാക്കിയതോടെ ലൈസൻസിനായി കർണാടകയിലേക്കുള്ള മലയാളികളുടെ വരവും വർദ്ധിക്കുകയാണ്. വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും ലഭിക്കുന്നത് ഒറിജിനൽ ലൈസൻസ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് വരുത്തിവെക്കുന്നത് റോഡിൽ വലിയ അപകടങ്ങളായിരിക്കും. അതിനാൽ തന്നെ ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയേ ഇത്തരത്തിലുള്ള മാഫിയകളെ തടയാൻ കഴിയൂ. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.